ഇന്ന് നമ്മളൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു കാര്യം, നമ്മുടെ ഫദ്വാസ് കിച്ചൺ ഇപ്പോൾ 1,00,000 സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോട് സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫദ്വാസ് കിച്ചൺ തുടങ്ങിയിട്ട് ഒരു 9 മാസം കഴിയാനാവുന്നു. കഴിഞ്ഞ 2017 ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഒരു 1,00,000 സബ്സ്ക്രിപ്ഷൻ ആയാൽ ശരിക്കും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ഇതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സ്വീറ്റാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കാനുള്ളത്. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. നെയ്യ് ഒന്നങ്ങ് ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ്, കാഷ്യൂ നട്ട്സ് ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. കാഷ്യൂ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. നമുക്ക് മുന്തിരിക്കും കാഷ്യൂവിനും പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കുക. തേങ്ങ ഒന്നങ്ങ് വറുത്തെടുക്കുക. ഒരുപാട് ഡ്രൈ ആവുന്ന വരെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട ചേർക്കുന്നുണ്ട്. മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റേജ് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. തേങ്ങേൻ്റെ മിക്സ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച്, തേങ്ങയും മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് മിക്സ് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയാണ് ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നത്. ഒരു വലിയ നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇതിപ്പോൾ അത്രയ്ക്ക് പഴുപ്പായിട്ടില്ല. എപ്പോഴും നല്ല പഴുത്ത പഴമാണെങ്കിലാണ് നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് വലുതായി മുറിക്കേണ്ട, ചെറുതായിട്ട് ഇതുപോലെ തന്നെ മുറിച്ചെടുത്താൽ മതിയാകും. എല്ലാം കൂടെ ചേർത്ത് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി പഴുപ്പ് കുറച്ച് കുറവാണെങ്കിൽ കുറച്ച് അധികം സമയം വേണ്ടി വരും. പഴുപ്പ് കുറവാണെങ്കിൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഈ ഒരു സ്വീറ്റിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നെയ്യ് കുറച്ച് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യോടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത്, ഈ ഒരു ബ്രെഡിലേക്ക് വേണ്ട ഫില്ലിംഗ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് വേണം. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ ബ്രെഡ് എടുക്കുന്നവർക്കാണെങ്കിൽ അത് എടുത്താലും മതിയാകും. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു 1/2 കപ്പ് പാൽ എടുക്കുന്നുണ്ട്, സാധാരണ പശുവിൻ പാൽ. ഇനി പാലിൽ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപൊക്കെ ഒരു ബ്രെഡ് റോളൊക്കെ ചെയ്തതുപോലെ ജസ്റ്റ് പച്ചവെള്ളത്തിൽ ഒന്ന് ബ്രെഡ് മുക്കിയിട്ട് പിഴിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പഴമൊക്കെ ആവുന്ന സമയത്ത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബ്രെഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ പാലിൽ ഒന്നങ്ങ് മുക്കിയെടുക്കുക. ഒരുപാട് മുക്കി കുതിർന്ന് പോകണ്ട, ഒന്നങ്ങ് മുക്കിയതിന് ശേഷം അതിലുള്ള പാലൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം. ബ്രെഡിൽ ഒരുപാട് പാലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്നങ്ങ് പിഴിഞ്ഞ് കളയണം. കാരണം ഒരുപാട് നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് 1-2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കുക. ഇനി ഇത് ഉൾഭാഗത്തേക്ക് അങ്ങ് മടക്കിയിട്ട് നമുക്ക് ചെറിയൊരു ബോളാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇനി റോളാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒരു ബോൾ ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടെ ഉരുട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് പുറത്തേക്ക് ഫില്ലിംഗ് ഒന്നും വരാത്ത രീതിയിൽ നന്നായിട്ടങ്ങ് ഉരുട്ടിയെടുത്താൽ മതിയാകും. ഇനി റെഡിയാക്കിയിട്ടുള്ള ബോൾ നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. എക്സ്ട്രാ വേറെ മുട്ടയിലൊന്നും മുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കാരണം നമ്മൾ പാല് മുക്കിയെടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയൊരു നനവുണ്ടാകും. അപ്പോൾ ഈ സമയത്ത് തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വെക്കാം കേട്ടോ. കാരണം നനവ് പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രെഡ് ക്രംസ് ഇതിലേക്ക് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മൊത്തത്തിൽ പൊതിഞ്ഞതിന് ശേഷം കയ്യിൽ വെച്ച് ഒന്നങ്ങ് ബോളാക്കി എടുക്കുക. കാരണം ആ ബ്രെഡ് ക്രംസ് ഒക്കെ അതിൽ തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഒരു ബോൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് വെക്കുന്ന സമയത്ത് ഒരുപാട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം കുറച്ചൊക്കെ പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിലൊക്കെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ചില ബ്രെഡൊക്കെ ആകുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 6 ബോൾസാണ് റെഡിയാക്കിയിട്ടുള്ളത്. 6 പീസ് ബ്രെഡ് വെച്ചിട്ട് ശരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു 13 ബ്രെഡ് സ്ലൈസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ 6 ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ആവശ്യമുള്ള ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഓരോ ബോൾസാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് ഇതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ എല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല.
ആ ഒരു ബ്രെഡിൻ്റെ കളറൊന്നങ്ങ് മാറി കിട്ടിയാൽ മാത്രം മതിയാവും. കാരണം നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ്ങും ഒക്കെ ഓൾറെഡി വേവിച്ചെടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഒരു സ്ട്രെയിനറിലേക്ക് ഇടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലതായിരിക്കും. കാരണം അതിലുള്ള ഓയിലൊക്കെ അങ്ങ് പോയി കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 4 റെഡി ആയിട്ടുണ്ടെങ്കിൽ 2 കൂടി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളൂ. അതുകൂടെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡ് ബോൾസും ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ചെറി വെച്ചിട്ട് ഒന്നങ്ങ് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. സെർവ് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകും. പിന്നെ എപ്പോഴും നമ്മൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ലൈറ്റ് ചൂടെങ്കിലും ഉണ്ടാവണം. ഒരുപാട് തണുപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ബ്രെഡും പഴമൊക്കെ ആവുന്ന സമയത്ത് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ തീർച്ചയായിട്ടും നമുക്കിത് സെർവ് ചെയ്യാം. പിന്നെ ഇഫ്താറിൻ്റെ സമയത്ത് എല്ലാവർക്കും കൂടുതൽ സ്പൈസി ആയിരിക്കും ഇഷ്ടം. എന്നാലും സ്വീറ്റൊക്കെ സെർവ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്